നമസ്കാരം. ഓർമ്മയിലെന്റെ സ്കൂളിന്റെ 4ാം പതിപ്പിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നേടി സമൂഹത്തിലെ നാനാ തുറകളിൽ പ്രസിദ്ധരായ ഒട്ടനേകം പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ടല്ലേ? അതെ, ഏറെ അഭിമാനപൂർവ്വമാണ് നാം അവരെ ഇവിടെ അവതരിപ്പിക്കുന്നതും. അത്തരത്തിൽ ഒരാളുടെ ഓർമ്മകൾ നമുക്ക് കേട്ടാലോ? തീർച്ചയായും. 70കളിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിച്ച ശ്രീ ആന്റണി സ്കറിയ കുഴിക്കാട്ടിൽ. നമുക്ക് കേൾക്കാം ഓർമ്മയിലെന്റെ സ്കൂൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. ഞാൻ 5ാം ക്ലാസ് വരെ അവിടെ പഠിച്ചിട്ടുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞ് 8ാമിലേക്ക് പോയി. അവിടെ ഹൈസ്കൂൾ ആകത്തില്ലെന്ന് വിചാരിച്ചെന്ന് അന്ന് അതിന് സാധിച്ചില്ലായിരുന്നു. അണക്കൽ സ്കൂളാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇവിടെ 5ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 5 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഓർക്കുന്നില്ല. അതായത് 82-ലാണ് 10ാം ക്ലാസ് എഴുതിയത്. അത് അതിന് തൊട്ട് ഒരു 5 വർഷം പുറകോട്ട് കുറച്ച് ആ വർഷം ഒരു ഇയറിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണക്കരെ. അപ്പൊ അന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? ആവശ്യത്തിന് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് ഞാൻ ഇരുന്ന് പിന്നെ ഈ ആടുന്ന ബെഞ്ചിലൊക്കെ ആയിരുന്നു. അന്ന് ഈ ഭിത്തിയൊന്നും ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഓഫീസ് കെട്ടിടം ഈ ഒരു കെട്ടിടം ഉണ്ടായിരുന്നുള്ളൂ. കെട്ടിടമായിട്ട് ഓഫീസ് ഉള്ളത്. ബാക്കി എല്ലാ മുറികളും താൽക്കാലികമായിരുന്നു. ഷെഡ് പോലെ ആയിരുന്നു. അപ്പൊ ഡെസ്കും ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. ഡെസ്കും ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. നാടുന്നൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു. അന്നത്തെ ടീച്ചേഴ്സിനൊക്കെ വല്ല ഓർമ്മയുണ്ടോ? ടീച്ചേഴ്സിന് ഒന്നും ഓർമ്മയില്ല. 5ാം ക്ലാസ് ഞങ്ങൾ പോയോണ്ട്. 5ാം ക്ലാസ് പോയതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ കണ്ടിന്യൂസ് ആയി ടീച്ചേഴ്സ് ഇല്ലല്ലോ അവിടെ. അന്ന് ദൂരെന്ന് വളരെ വിഷമായിട്ട് അത് തന്നെയാണ് അവസ്ഥ. ബാച്ചിൽ പഠിച്ച ആരെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ? ബാച്ചിൽ പഠിച്ചെല്ലാം ഓർമ്മയുണ്ട്. നീർനാകുന്ന രാജൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം ആ ബാച്ച് പഠിച്ചവരാ. കുന്നേ ബാബു ഞങ്ങളെല്ലാം ഒന്നിച്ച് 5ാം ക്ലാസ് അവിടെ പഠിച്ചത്. ഒറ്റ ബാച്ചായിരുന്നു. അതിനുശേഷം എല്ലാവരും അങ്ങനെ പല എല്ലാവരും 8ാം സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞ 10ാം ക്ലാസ് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. അതെ. അപ്പൊ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഇനി സമാപന ആഘോഷത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. നമ്മുടെ സ്കൂളിന് സജീവമായിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ സ്കൂളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞു. SSLC പരീക്ഷ 30-ന് തീരുന്നു. 28 ശനിയാഴ്ച അല്ലേ? എത്ര മണിക്കാ? 2 മണിക്ക്. അത് ക്ഷണിക്കാന്നൊക്കെ ഓർത്തൊന്ന് കണ്ടുമായിരുന്നു. നമ്മുടെ സ്കൂളിന്റെ ഒത്തിരി പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണല്ലോ. അപ്പൊ എന്തായാലും ആ സമാപനാഘോഷത്തിൽ സാന്നിധ്യം ഉണ്ടാവണം.